2017 മലയാളത്തിലെ പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മുഖ്യപ്രതിയായ പൾസർ സുനിയെ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. 2025 ഡിസംബർ 8 സുനിക്കൊപ്പം മറ്റ് 5 പേരെയും തട്ടിക്കൊണ്ടുപോകൽ, ലൈംഗിക പീഡനം എന്നീ കുറ്റങ്ങളിൽ കോടതി ശിക്ഷിച്ചു. അതേസമയം കേസിൽ പ്രതി ചേർക്കപ്പെട്ട നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി. ആ ഘട്ടത്തിൽ കോടതിക്കെതിരെ ചീത്തവിളികൾ ആരംഭിച്ചു. നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്കാണ് ഈ ഗതി വന്നതെങ്കിൽ ഇങ്ങനെ പറയുമോ? ജഡ്ജി കൈക്കൂലി മേടിച്ചു. ഇത്തരത്തിൽ അഭിഭാഷകർ ഉൾപ്പെടെ, ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ, ജേർണലിസ്റ്റുകൾ ഉൾപ്പെടെ പറയുന്ന ആളുകളുണ്ട്. നോക്കൂ, നമുക്ക് അനുകൂലമായത് മാത്രം നീതി, അല്ലാത്തത് അനീതി എന്നാകരുത് നിലപാടെന്നാണ് ഇത്തരക്കാരോട് നമുക്ക് മറുപടിയായി പറയേണ്ടി വരിക. ഇനി ഇതിനെ കുറിച്ച് സാങ്കേതിക വശങ്ങൾ നോക്കേണ്ടതുണ്ട്. നമ്മുടെ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിലനിൽക്കുന്നത് സംശയലേശമന്യേ തെളിയിക്കപ്പെടുക, പ്രൂഫ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് എന്ന തത്വത്തിന്മേലാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന ബ്ലാക്ക് സ്റ്റോൺസ് റേഷ്യോ ആണ്. അതായത് സംശയമില്ലാതെ, സംശയലേശമന്യേ കോടതിക്ക് ആവശ്യം തെളിവുകളാണ്. അപ്പോൾ ഉയർന്നു വരാവുന്ന ചോദ്യം, കോടതികൾക്ക് പിഴവുകൾ സംഭവിക്കില്ലേ എന്നാണ്. വരാം. സുപ്രീം കോടതി വരെ പോയാലും ചിലപ്പോൾ നീതി കിട്ടിയില്ലെന്നും വരാം. അതിനർത്ഥം നിങ്ങൾ പ്രതി എന്ന് സംശയിക്കുന്ന ആളെ പിന്തുണയ്ക്കണമെന്നല്ല. അയാൾക്കെതിരെ കൺക്ലൂസീവായ തെളിവുകൾ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല പ്രോസിക്യൂഷൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ക്രിമിനൽ കേസിൽ പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും ചുമതല പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കേസിലെ സത്യാവസ്ഥ കോടതിയുടെ മുമ്പിൽ തെളിയിക്കുക എന്നതാണ്. അതായത് ദിലീപിനെ പ്രതിയാക്കാനും കുറ്റം വാങ്ങിക്കൊടുക്കാനും പ്രോസിക്യൂഷനും സർക്കാരും സാധിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കോടതിയുടെ കുറ്റമായ ആളുകൾ കാണുന്നത് എങ്ങനെയാണ്? എന്നാൽ ഇത്തരം സാധ്യതകളെ മുൻനിർത്തിയാണ് അപ്പീൽ അധികാരങ്ങൾ ഈ പ്രോസിക്യൂഷന് അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്നവർക്ക് നമ്മൾ ഭരണഘടനാപരമായി നൽകുന്നത്. ഇനിയും കോടതികളുണ്ട്. ഇത് നടന്നത് സെഷൻസ് കോടതികളിലേക്കാണ്. ഇനിയും ഒരു പക്ഷേ ട്രയൽ വരെ വേണമെങ്കിൽ വീണ്ടും നടത്താം. നിലവിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അത് സെഷൻ കോടതിയുടെ വിധിയാണ്. വിധികൾ മാറിമറിയാം. അത് കുറച്ചുകൂടി പഠനവും കൃത്യമായ അന്വേഷണവും, അടുത്ത ഘട്ടം ഒരു അന്വേഷണം വേണമെങ്കിലും പ്രഖ്യാപിക്കാം. ഇതിനൊക്കെ ഒടുക്കം ഒരു പക്ഷേ ദിലീപും പ്രതി ചേർക്കപ്പെട്ടേക്കാം, ശിക്ഷിക്കപ്പെട്ടേക്കാം. പ്രോസിക്യൂഷന്റെ ജോലി എന്താണ്? അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകൾ, അതായത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ തെളിവുകൾ കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നതാണ്. കോടതിയെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷനും പ്രതിയും 2 കക്ഷികൾ മാത്രമാണ്. സാധാരണ രീതിയിൽ കള്ളക്കേസിൽ പ്രതികളാക്കപ്പെട്ടവരൊക്കെ രക്ഷപ്പെടാറില്ല കൃത്യമായ തെളിവുകൾ നിരത്തുമ്പോൾ. അതുകൊണ്ട് കോടതികൾ ന്യൂട്രലാണ്, നിഷ്പക്ഷമാണ്. കോടതിക്ക് വികാരമില്ല. അവർക്ക് ആകെ ആവശ്യം തെളിവുകളാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിഭാഗം വക്കീലന്മാർ അതിജീവിതയെ കൂടുതൽ നേരം വിസ്തരിക്കാൻ അനുവദിച്ചെന്ന കാരണം പറഞ്ഞ് ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി വരെ അതിജീവിത കേസ് ഫയൽ ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. ഈ കേസിൽ അതിജീവിതയെ ബലാത്സംഗം ചെയ്ത പ്രതികൾ കുറ്റക്കാരാണെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അത് പ്രോസിക്യൂഷന്റെ വിജയമാണല്ലോ. അതിനെ എന്തുകൊണ്ട് നാം ചർച്ച ചെയ്യുന്നില്ല? കോടതി വിധികൾ പ്രസ്താവിക്കുന്നത് കോടതിയുടെ മുന്നിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. പല കേസുകളിലും നമ്മളത് കണ്ടിട്ടുണ്ട്. TP വധക്കേസിൽ മോഹനൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകളുടെ മേൽ ആരോപിക്കപ്പെട്ട ഗൂഢാലോചന പോലും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. സാധാരണഗതിയിൽ സാങ്കേതികമായ ചില തെളിവുകൾ, അതായത് സംഭവം നടക്കുന്ന സമയത്ത് ഇന്ന പ്രതി ഇന്ന ഇടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ള ലൊക്കേഷൻ മാപ്പുകൾ അല്ലെങ്കിൽ ടവറിന്റെ ലൊക്കേഷനൊക്കെ കൊടുത്തുകൊണ്ടാണ് സാങ്കേതികപരമായി തെളിയിക്കാനായിട്ടുള്ള തെളിവുകൾ കൊടുക്കുക. അതേ ഘട്ടത്തിൽ തന്നെ പ്രതിഭാഗം വാദിക്കുന്ന തന്റെ പ്രതി അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി ആ സമയത്ത് മറ്റൊരിടത്തായിരുന്നു എന്ന് തെളിയിക്കാൻ ശ്രമിക്കും. അലീബി എന്നാണ് ഇത് പറയുക. അതായത് അടിസ്ഥാനപരമായി ഇത് തെളിയിക്കപ്പെടുന്നതിൽ ചില പരിമിതികൾ പല കേസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് അറിയാമെങ്കിൽ പോലും അത് തെളിയിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ സാങ്കേതികമായി ഉണ്ട്. എന്തായാലും കോടതി തീരുമാനമെടുക്കുന്നത് തങ്ങളുടെ മുന്നിലേക്ക് വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. TV ചർച്ചകൾ നമുക്ക് വൈകാരിക വിക്ഷോഭം നടത്താം. എന്നാൽ അത് കോടതിയല്ല, ജഡ്ജി പക്ഷാപാതപരമായാണ് വിധി പ്രസ്താവിച്ചെന്ന് ആവർത്തിക്കുന്നവർ ഇതൊക്കെയൊന്ന് മനസ്സിലാക്കണം. വ്യക്തിപരമായി ഞാൻ നടിക്കൊപ്പമാണ്, അവൾക്കൊപ്പമാണ്. ആ പെൺകുട്ടി അതിജീവിച്ചു വന്ന പാതയോർക്കുമ്പോൾ അതിഭീകരമായ ഒരു ഭീതി എന്നിലും ഉണ്ടാവുന്നുണ്ട്. അതിനോടൊക്കെ വൈകാരികമായല്ല പ്രതികരിക്കേണ്ടത് നമ്മൾ. അതിനോടൊക്കെ നമുക്ക് വൈകാരികമായി പ്രതികരിക്കാം എപ്പോൾ? നമ്മുടെ പേഴ്സണൽ സ്പേസുകളിൽ. പക്ഷെ കോടതി വിധി നോക്കുമ്പോൾ അതിനോട് വൈകാരികമായി പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം. വിചാരണ കോടതി വിധിയിൽ അതിജീവിത പൂർണ്ണ അതൃപ്തിയിലാണെന്നും നീതി നടപ്പിലായില്ല എന്ന വിലയിരുത്തലാണ് അതിജീവിതയെന്നും ഹൈക്കോടതിയിൽ അപ്പീൽ പോകാൻ തീരുമാനമെടുത്തതായും വിചാരണ കോടതിക്കെതിരെ ആദ്യം മുതൽ അതിജീവിത കടുത്ത നിലപാട് എടുത്തിരുന്നതായും ഒക്കെ നമ്മളിപ്പോൾ ചർച്ചകൾ വരുന്നുണ്ട്. കേസ് പരിഗണിക്കുന്ന ജഡ്ജി ഹണിയം വർഗീസിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിതയും സർക്കാരും 2 തവണ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോയത് ഈ കേസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഒരു ഘട്ടത്തിൽ വിചാരണയ്ക്ക് വനിതാ ജഡ്ജി വേണമെന്നില്ലെന്ന നിലപാട് പോലും നടിയും സർക്കാരും സ്വീകരിച്ചു. അതിജീവിത ആവശ്യപ്പെട്ട പ്രകാരം വിചാരണയ്ക്ക് വനിതാ ജഡ്ജിയെ നിയോഗിച്ചത് തന്നെ. ദിലീപ് എന്തായാലും ഇതിനെ എതിർക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ശക്തമായ നിലപാട് നടിയെടുത്തു. പിന്നീട് ഇതേ ജഡ്ജിക്കെതിരെ തന്നെ അതിജീവിത നിലപാടെടുത്തു.
ഇനി അന്തിമ വിധിയൊക്കെ പരിശോധിച്ച് അപ്പീലിന് പോകും. അതിനുള്ള സാധ്യത അതിജീവിത തേടുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുതന്നെയാണ് ഈ ജനാധിപത്യത്തിൻ്റെ മനോഹാരിതയും. അതിജീവിതയ്ക്ക് അപ്പീലിന് പോകാം. കൃത്യമായ തെളിവുകൾ നിർത്തി ദിലീപിനെ വീണ്ടും പ്രതി ചേർത്തുകൊണ്ട് ഗൂഢാലോചന തെളിയിക്കാനുള്ള സാധ്യതകളും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ ഇടയിലും അന്വേഷണത്തിനിടയിൽ ആദ്യഘട്ടം മുതൽ തന്നെ താൻ ഒരു മാഡത്തിന് വേണ്ടിയാണ് ഈ കൊട്ടേഷൻ ഏറ്റെടുത്തതെന്ന് ഒന്നാം പ്രതിയായി പൾസർ സുനി പറഞ്ഞതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് അന്വേഷണം എത്തിയിട്ടേ ഇല്ല എന്ന് നമ്മൾ ഇതിനു മുൻപുള്ള വീഡിയോയിൽ സംസാരിച്ചു കഴിഞ്ഞു. സർക്കാരിനും ഇതിനകത്ത് കൃത്യമായ റോളുണ്ട്. ഇപ്പോൾ വേണമെങ്കിലും കൊട്ടേഷൻ നൽകിയ ദിലീപ് അല്ല എങ്കിൽ പൾസർ സുനിയെ പിന്നീട് ആരാണ് കൊട്ടേഷൻ നൽകാൻ ഏൽപ്പിച്ചതെന്ന് സംസ്ഥാന സർക്കാരിന് അന്വേഷണം പ്രഖ്യാപിക്കാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് കോടതിയെ ചീത്ത വിളിക്കുക, കോടതിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചയെ നമ്മൾ കാണാതിരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.